ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, യോഹന്നാൻ്റെ സുവിശേഷം 14:16 ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടിയായിരിക്കാം മറ്റൊരു സഹായനെ നിങ്ങളുടെ പക്കലേക്ക് അയക്കുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഇന്ന് ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസം കർത്താവിൻ്റെ വാഗ്ദാനമാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുന്നത്. അതായത് നമ്മളോട് കൂടെ ആയിരിക്കാൻ നമ്മളെ നയിക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ ഈശോ വാഗ്ദാനം ചെയ്യും. ഈ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് ഈശോ പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 13:11 പറയുന്നു, ചോദിക്കുവാൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുകയും നിങ്ങൾ കണ്ടെത്തും, മുട്ടുവാൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധാത്മാവിന് നമുക്ക് മാമോദിസായിലൂടെ തൈലവലത്തിലൂടെ കുദാശകളിലൂടെ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേൾക്കുവാനും പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്നവരായി മാറുവാനും നമ്മൾ ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്, ദാഹാർദ്രയ ജലാശയത്തിലേക്ക് വരും, ദാഹിക്കുന്നവന് ജലം നൽകപ്പെടുന്നു. ഇവിടെ പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ദാഹിക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. നമുക്കറിയാം, അപ്പസ്തലന്മാരും വിശുദ്ധരുമെല്ലാം ഈ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവരാണ്. ലൂക്ക 12:12 പറയുന്ന, ആ സമയത്ത് എന്ത് പറയണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. പ്രിയമുള്ളവരെ, ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ദൈവഹിതം അനുസരിച്ച് ജീവിക്കുന്നവരായി മാറുന്നത്. അതിന് പരിശുദ്ധാത്മാവിന് ഓരോ നിമിഷവും പ്രഭാതത്തിൽ തന്നെ പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ സമർപ്പിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ട് ചെയ്യണോ വേണ്ടയോ, പോകണോ വേണ്ടയോ, ഇത് എനിക്ക് ഉള്ളതാണ്. അങ്ങനെ ഓരോ കാര്യത്തിനും പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിച്ച് ചെയ്യുമ്പോൾ നമുക്ക് തെറ്റുപറ്റുകയില്ല, നമ്മൾ വീഴ്ചയിൽപ്പെടുകയില്ല. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമുക്കറിയാം, അപ്പസ്തോല പ്രവർത്തനത്തിൽ ഫിലിപ്പോസിനെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ട് പോയി വേറൊരു സ്ഥലം ഷണ്ടൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നു, വചനം പറയുന്നു, വീണ്ടും അവിടുന്ന് വീണ്ടും. ഇങ്ങനെ പരിശുദ്ധാത്മാവിന് ഇഷ്ടപ്പെട്ട ജീവിതം നയിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഓരോ കാര്യത്തിനും നമ്മളെ ഉപയോഗിക്കും. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനം അനുസരിച്ച് ജീവിച്ച് കർത്താവിൻ്റെ വചനത്തിൽ അടിയുറച്ച് നിൽക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം ആഗ്രഹത്തോടെ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുന്നവരായി നമുക്ക് മാറാം. ഇന്നേ ദിവസം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈശോയെ, അവിടുത്തെ ആത്മാവിനെ ഞങ്ങളിലേക്ക് വർഷിക്കണമേ. അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണേ. എല്ലാ അപകടങ്ങളും സാത്താൻ്റെ എല്ലാ കെണികളും ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. സകല വിശുദ്ധൻ്റെയും മാലാഖമാരുടെയും മാധ്യസ്ഥം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ഇന്നേ ദിവസം കർത്താവിന് വലിയ പരിപാലന സംരക്ഷണം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. ആമേൻ.